ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഷ വ്ലോഗ്സ്. സോ ഞാൻ കുറച്ച് ദിവസം വ്ലോഗൊന്നും എടുത്തില്ല, കാരണം എനിക്ക് പാടില്ലായിരുന്നു. സ്പേസിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനൊരു റിലാക്സേഷന് വേണ്ടി ബുക്ക് വായിക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ അടുത്ത പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 57ാമത്തെ പേജിൽ നിന്നാണ്. 57ാമത്തെ പേജിൽ നിന്ന് സ്നേഹം എന്ന് പറയുന്ന ഈ പോർഷൻ തൊട്ട് നമുക്ക് നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. സ്നേഹം എന്താണ്? സ്നേഹം അത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. പലതരം ആളുകൾ ഉള്ളതുപോലെ പലതരം സ്നേഹവുമുണ്ട്. സ്നേഹം ഒരു ശ്രേണിയാണ്, ലൈംഗികതയിൽ നിന്ന് അതിബോധത്തിലേക്കുള്ള ശ്രേണി. അതിന് പല തലങ്ങളുണ്ട്, തട്ടുകളുണ്ട്. ഏറ്റവും താഴത്തെ തട്ടിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആശയം ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ളവൻ്റെതിൽ നിന്നും തീർത്തും ഭിന്നമായിരിക്കും. സ്നേഹത്തെക്കുറിച്ച് അഡോൾഫ് ഹിറ്റ്ലറുടെ ആശയം ഒന്നായിരിക്കും, ഗൗതമ ബുദ്ധന്റെ ആശയം മറ്റൊന്നായിരിക്കും. അവ പരസ്പരം വിരുദ്ധവുമായിരിക്കും, കാരണം അവർ രണ്ടും രണ്ടറ്റങ്ങളാണ്. ഏറ്റവും താഴെയുള്ള തട്ടിൽ സ്നേഹം ഒരുതരം രാഷ്ട്രീയമാണ്, അധികാര രാഷ്ട്രീയം. അധീശത്വം എന്ന ആശയത്താൽ മലിനീകരിക്കപ്പെടുമ്പോഴൊക്കെയും സ്നേഹം രാഷ്ട്രീയമാണ്. കോടാനുകോടി മനുഷ്യൻ സ്നേഹത്തിന്റെ ഈ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും അറിയില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലെ രാഷ്ട്രീയം, കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഇടയിലെ രാഷ്ട്രീയം, അവിടെ ഒരാൾ മറ്റൊരാളുടെ മേൽ അധീശത്വത്തിന് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അത് രാഷ്ട്രീയമാണ്. ഈ അധീശത്വം നിങ്ങളും ആസ്വദിക്കുന്നു. അപ്പോൾ സ്നേഹം പഞ്ചാരയിൽ പൊതിഞ്ഞ് കഴിക്കുന്ന ഗുളികയാണ്. നിങ്ങൾ അവളോട് സ്നേഹത്തെക്കുറിച്ച് പറയും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അവളെ ചൂഷണം ചെയ്യണമെന്നാണ്. അത് ബോധപൂർവമാണെന്ന് ഞാൻ പറയില്ല. അത്രയും ബോധം നിങ്ങൾ ആർജിച്ചിട്ടില്ല. അബോധതലത്തിലെ ഒരു യാന്ത്രിക വിദ്യയാണത്. ഉടമസ്ഥാവകാശവും അസൂയയും സ്നേഹത്തിന്റെ സ്വാഭാവിക ഭാഗമായി. അതുകൊണ്ട് ആ സ്നേഹം ആനന്ദത്തെക്കാളേറെ പീഡനം നൽകുന്നതായി. അത്തരം സ്നേഹം 99% കയ്പാണ്. 1% മാത്രമാണ് മധുരം. അത് കയ്പ് പൊതിഞ്ഞു നിൽക്കുന്ന പഞ്ചസാരയുടേതാണ്. ഉടനെ അല്ലെങ്കിൽ വൈകാതെ ആ പഞ്ചസാര അലിഞ്ഞു തീരും. സ്നേഹബന്ധത്തിന്റെ തുടക്കത്തിൽ മധുവിധു നാളുകളിൽ നിങ്ങൾ ഈ മധുരം മാത്രം അറിഞ്ഞു. ആ മധുരം പെട്ടെന്ന് തീർന്നുപോയി. അതോടെ കഴിക്കുന്ന യാഥാർത്ഥ്യം നഗ്നരൂപത്തിൽ പ്രത്യക്ഷമായി. എല്ലാം കൈപ്പുറ്റതായി. ഒരു കോക്ടെയിൽ പാർട്ടിയിൽ 2 മാന്യന്മാർ സംസാരിക്കുന്നത് അതിഥേയ യാദൃശ്ചികമായി കേൾക്കാൻ ഇടയായി. ഒരുത്തൻ പ്രഖ്യാപിച്ചു, ഓ, ഞാനവളെ ആരാധിക്കുന്നു, അവളെ പൂജിക്കുന്നു. അവൾ എന്റേതായിരുന്നെങ്കിൽ ഞാനും അതുതന്നെ ചെയ്യുമായിരുന്നു. സുഹൃത്ത് സമ്മതിച്ചു. അവളുടെ ആ നിൽപ്പും നടത്തവും, ആ നീണ്ട വലിയ കണ്ണുകളും ഉയർത്തിപ്പിടിച്ച ശിരസും, നിങ്ങൾ വളരെ ബാഹ്യവാനാണ്, സുഹൃത്ത് അഭിപ്രായപ്പെട്ടു. എന്നെ ഏറ്റവും ആവേശം കൊള്ളിക്കുന്നത് എന്താണെന്നറിയാമോ? അവൾ എന്റെ ചെവിയിങ്ങനെ പതുക്കെ മൃദുവായി കടിക്കുന്നത്. ഇത്രയുമായപ്പോൾ ആതിഥേയയ്ക്ക് ഇടപെടാതിരിക്കാനായില്ല. ക്ഷമിക്കണം, അവർ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹമസൃണമായ വാക്കുകൾ എനിക്ക് കേൾക്കാതിരിക്കാനായില്ല. അനങ്ങിയാൽ വിവാഹമോചനം നടക്കുന്ന ഇക്കാലത്ത് സ്വന്തം ഭാര്യയെ ഇത്രയും തീവ്രമായി സ്നേഹിക്കുന്ന താങ്കളോട് എനിക്ക് അങ്ങേയറ്റം ആദരവുണ്ട്. ഭാര്യയെ സ്നേഹിക്കുകയോ? മാന്യൻ അത്ഭുതപ്പെട്ടു. ഞാൻ എന്റെ പന്തയ കുതിരയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മൃഗങ്ങളും യന്ത്രങ്ങളുമായി സ്നേഹത്തിലാവുന്നത്? കാരണം മനുഷ്യനുമായി സ്നേഹത്തിലാവുക എന്നത് നരകമായി തീർന്നിരിക്കുന്നു. പഴിയും പരാതിയും പിണക്കവും അന്യോന്യം കഴുത്തിന് കുത്തിപ്പിടിക്കലും സ്നേഹത്തിന്റെ ഏറ്റവും ഹീനമായ രൂപമാണത്. ഈ താഴത്തെ തട്ടിനെ ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ ആ ശ്രമം നിങ്ങളെ അടുത്ത ശ്രേണിയിൽ എത്തിക്കുന്നു. നിങ്ങൾ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ സ്നേഹം ഒരു ബന്ധമല്ലാതാകുന്നു. അത് നിങ്ങളുടെ സ്വത്വത്തിന്റെ ഒരവസ്ഥയായി തീരുന്നു. അപ്പോൾ താമര പൂർണ്ണമായി വിരിയുകയും ചുറ്റും സുഗന്ധം പരക്കുകയും ചെയ്യും. താഴത്തെ തട്ടിൽ സ്നേഹം രാഷ്ട്രീയമാകുമ്പോൾ മുകൾ തട്ടിൽ അത് അവബോധത്തിന്റെ ആത്മീയാവസ്ഥയാകുന്നു. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നു. ബുദ്ധനും ക്രിസ്തുവും സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹം പക്ഷേ തിരിച്ചൊന്നും ആവശ്യപ്പെട്ടില്ല. അത് നൽകുന്നതിലെ ആഹ്ലാദത്തിനായി നൽകപ്പെട്ടു. അതിനു വിലപേശലായിരുന്നില്ല. അതിനാൽ അത് ദീപ്തമാണ്. അതിന് അതീന്ദ്രിയമായ സൗന്ദര്യമുണ്ട്. മനുഷ്യന് അറിയാൻ കഴിഞ്ഞ എല്ലാ ആനന്ദങ്ങളെയും ആ സ്നേഹം ആലംഘിക്കുന്നു, അതിലംഘിക്കുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹമെന്ന അവസ്ഥയാണ്. ഇയാളെയോ അയാളെയോ അല്ല നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങൾ വെറുതെ സ്നേഹിക്കുകയാണ്. നിങ്ങൾ സ്നേഹം തന്നെയാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങൾ സ്നേഹമാണ് എന്ന് പറയുന്നതാണ്. അതിന്റെ പങ്കുചേരാൻ കഴിയുന്നവർക്ക് പങ്കുചേരാം. അതിൽ പങ്കുചേരാൻ കഴിയുന്നവർക്ക് പങ്കുചേരാം. നിങ്ങളുടെ സ്വത്വത്തിന്റെ അനന്ത സ്രോതസ്സുകളിൽ നിന്ന് പാനം ചെയ്യാൻ തയ്യാറുള്ളവർക്കെല്ലാം നിങ്ങൾ ലഭ്യമാണ്. നിരുപാധികം ലഭ്യമാണ്. കൂടുതൽ ധ്യാനനിരതരാകുമ്പോഴേ നിങ്ങൾക്കതിന് കഴിയൂ. മെഡിസിനെയും മെഡിറ്റേഷനെയും അടിവേര് ഒന്നാണ്. നിങ്ങൾ അറിയുന്ന സ്നേഹം ഒരു രോഗമാണ്. അതിന് ധ്യാനം എന്ന മെഡിസിൻ, ഔഷധം ആവശ്യമാണ്. ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹം വിശുദ്ധമാകുന്നു. കൂടുതൽ വിശുദ്ധമാകുമ്പോൾ അത് കൂടുതൽ നിവൃത്തിയേകുന്നു. ഞാനിപ്പോൾ ഒരു 2 പേജ് വായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. എനിക്ക്
എനിക്ക് മൂക്ക് രണ്ടും അടഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് വീക്കാണ് വായിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, നാളെ സൺഡേ ഞാൻ റെസ്റ്റ് എടുക്കും, ഞാൻ വായിക്കില്ല. കാരണം കണ്ണിനും റെസ്റ്റ് വേണം. തലവേദനയായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വായിച്ച് സൂക്ഷ്മ പരിശോധനയൊക്കെ ചെയ്ത് വരുമ്പോൾ തലവേദന കൂടാം. പിന്നെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അപ്പോൾ അതൊന്ന് മൺഡേ കംപ്ലീറ്റ് ചെയ്യണം. നാളെ സൺഡേ ആണെങ്കിലും എനിക്ക് എൻ്റെതായ കുറച്ച് തിരക്കുകളുണ്ട്. എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എനിക്കിപ്പോൾ തീരെ സുഖക്കുറവൊന്നുമില്ല, എങ്കിലും എനിക്ക് വായിക്കാൻ കുറേ എന്താ പറയുക, കുറച്ച് തടസ്സങ്ങളുണ്ട്. എൻ്റെ 2 മൂക്ക് അടങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ചെന്ന് ആദ്യമൊക്കെ പിടിക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സ്നേഹ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.